ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു സൂത്രം കാണിക്കാമേ. ഇത് കണ്ടോ, അഡീനിയം പൂക്കുന്ന കണ്ടോ? എനിക്കിത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ, കാരണം ഒത്തിരി നാളായിട്ട് ഇത് പൂക്കാതെ നിൽക്കുവാണേ. അപ്പോൾ അതിൽ നിന്ന് കമ്പ് മുറിച്ച് വെച്ചതാണ് ഇതെല്ലാം കേട്ടോ. ഇത് കണ്ടോ, അതിൻ്റെ കൂടെ തെറ്റി നന്നായിട്ട് പൂത്ത് നിൽക്കുന്നു, നിറയെ പൂവായിട്ട് നിൽക്കുന്ന കണ്ടോ, എന്ത് മനോഹരമെന്ന് നോക്കിക്കേ. അപ്പോൾ നമ്മുടെ ഉണ്ടാവും, അതിനൊക്കെ ഒരു സർപ്രൈസ് ഉണ്ടേ, കാണിച്ചു തരാം കേട്ടോ. അത് കണ്ടോ, നമ്മുടെ മുരിങ്ങയെല്ലാം നന്നായിട്ട് നല്ലതുപോലെ കണ്ടോ തളർത്ത് ഇഷ്ടം പോലെ ശിഖരമൊക്കെ ആയിട്ട് നിൽക്കുവാണേ. ആണ്ടെ, അതിനകത്താണ് നമ്മുടെ സർപ്രൈസ് ഇരിക്കുന്നത്. നോക്കൂ, കണ്ടോ, പടവലങ്ങ കണ്ടോ, മുരിങ്ങയിലേക്ക് കയറിപ്പോയതാണേ. ഞാൻ പോകുമ്പോഴാണെങ്കിലുണ്ടല്ലോ, ഞാനിവിടെ ഇല്ലായിരുന്നേ. അപ്പം ഞാൻ വന്നിട്ട് പോയപ്പോഴേക്കും അതിങ്ങനെ ചെറുതായിട്ടുണ്ടാകുന്നേ ഉള്ളായിരുന്നു. ഇപ്പം മുരിങ്ങ കയറി അത് പടർന്നിരിക്കുവാണേ. ഞാനിവിടെ ഇല്ലാഞ്ഞുകൊണ്ട് അതിന് പന്തലൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അത് ആ മുരിങ്ങയിലേക്ക് കയറിയിരിക്കുക കേട്ടോ. അപ്പം അത് നമുക്ക് ഒന്ന് പറിച്ചെടുക്കണമെങ്കിലേ അതിൻ്റെ ആ കൊമ്പ് ഒടിക്കുക മാത്രമേ ഉള്ളൂ രക്ഷ. കാരണം എന്നാണെന്നറിയാവോ, താഴെ കണ്ടോ വെള്ളം കിടക്കുന്നേ, ആ വെള്ളത്തിലേക്ക് ഇത് വീണ് കഴിഞ്ഞാൽ എടുക്കാൻ പിന്നെ കൊള്ളത്തില്ല, അത് കണ്ടത്തിലെ വെള്ളമൊക്കെ കിടക്കുമല്ലേ. അപ്പോൾ നമുക്ക് ആ കമ്പ് ഒടിച്ച് അതിനോടെ ഇങ്ങനെ എടുത്താൽ മാത്രമേ നമുക്ക് ഈ പടവലങ്ങ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് കണ്ടമാണേ, ഞാൻ നേരത്തെ ഈ കണ്ടം കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കൃഷി ചെയ്യുന്നതും പിന്നെ നെല്ല് വിളഞ്ഞ് കിടക്കുന്നതൊക്കെ. ഇപ്പോൾ അതിൻ്റെ ഇപ്പം വെള്ളം കയറുന്ന കാലമായതുകൊണ്ട് ഇപ്പോൾ കൃഷിയൊന്നുമില്ല. ആ കൃഷി ഇനി വെള്ളം ഇറങ്ങിക്കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം മീൻ പിടുത്തമാണ് കേട്ടോ. ഇവിടെ എല്ലാം മീൻ ഇഷ്ടം പോലെ മീൻ വരും. അപ്പോൾ എല്ലാവരും ചൂണ്ടയിട്ടും ഒക്കെ വലയിട്ടുമൊക്കെ മീൻ പിടിക്കുവേ. അപ്പോൾ അങ്ങോട്ട് നോക്കി അവിടെയൊക്കെ വല കിടക്കുന്നതൊക്കെ കാണാം. ഇച്ചിരി അങ്ങോട്ട് ദൂരോട്ട് മാറി എല്ലാവരും വലയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കണ്ടോ മീൻ, എന്നിട്ട് ഇതിനകത്തൊക്കെ ഇഷ്ടം പോലെ മീൻ കാണുവേ. പലതരത്തിലുള്ള മീനുകളുണ്ട് കേട്ടോ. വരാൽ, കല്ലേമുട്ടി, പിന്നെ അതുപോലെ കാരി, അങ്ങനെ ഇഷ്ടം പോലെ മീനാണ്. നമുക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടും ഈ വെള്ളം പൊങ്ങുന്ന കാലത്തെ. നമ്മുടെ മുറ്റത്ത് നിന്ന് തന്നെ നമുക്ക് ചൂണ്ടയാക്കിയിട്ട് മീൻ പിടിക്കാം. പിന്നെ വല ഇട്ടാൽ കിട്ടും. പിന്നെ ചിലരൊക്കെ കൂടൊക്കെ കൊണ്ടുവയ്ക്കും. അങ്ങനെ ഇഷ്ടംപോലെ മീൻപിടുത്തക്കാരൊക്കെ വരുവേ. അപ്പോൾ നമുക്ക് ഇത് പറിക്കാനായിട്ട് ഞാനൊരു കമ്പി എടുത്തിരിക്കുകയാണ്, വളഞ്ഞ കമ്പിയാണ്. അതുകൊണ്ട് പോയി നമുക്ക് പടവലങ്ങ പറിക്കാം. പടവലങ്ങ പറിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ആ മുരിങ്ങയുടെ കമ്പ് ഇവിടെ നമ്മൾ കാച്ചിലൊക്കെ നട്ടിട്ടുണ്ട്, കരിവേപ്പ് എല്ലാം ഉണ്ട്. ഒരു ശകലം ഇവിടെയേ ഉള്ളൂ ഞങ്ങൾക്ക്, എന്നാലും അവിടെ എല്ലാ സാധനവും നട്ടിട്ടുണ്ട്. എല്ലാം എന്നല്ല, കുറേയൊക്കെ സാധനങ്ങൾ. അപ്പോൾ ഈ പടവലമൊക്കെ ഇങ്ങനെ നമ്മൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ കൊണ്ടിടുമ്പോഴത്തേനുമേ കിളിർത്ത് വന്നതാണ്. മുരിങ്ങയൊക്കെ ഞാൻ കൊണ്ട് നട്ടതാണ്. അപ്പോൾ ആ മുരിങ്ങ അങ്ങ് ഭയങ്കര വലുതായി, അതിന് വെട്ടിക്കളയാമെന്നൊക്കെ വിചാരിച്ചിരിക്കുക. നമുക്ക് ഇടമില്ലാത്തതുകൊണ്ട് അതിൻ്റെ വേരൊക്കെ അടുക്കളയുടെ ഈ പിന്നെ അത് കെട്ടിയിരിക്കുന്നതിനകത്തോട്ടൊക്കെ കയറുമ്പോൾ ഭിത്തിയൊക്കെ ഇടിഞ്ഞു പോകത്തില്ല, അതുകൊണ്ട് വെട്ടിക്കളയാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ പടവലത്തിൻ്റെ കമ്പ് മുരിങ്ങയുടെ കമ്പ് പൊടിച്ചിട്ട് കണ്ട് അതിനകത്ത് പടവലങ്ങയുണ്ട്. അപ്പോൾ അത് ആ പുല്ലിൻ്റെ പുറത്തോട്ട് വീണുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പൊക്കിയെടുക്കാം. അപ്പോൾ ആ കമ്പ് കൂടെ പൊക്കി എടുത്ത് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പറിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളേ. താഴെ കുഴിയില്ല, അങ്ങനെ വലിച്ച് കയറ്റി മുകളിലിട്ടു. ഇതേ 3 പടവലങ്ങയുണ്ട്. അപ്പോൾ ആ 2 പടവലങ്ങയിൽ ഒരു പടവലങ്ങ കണ്ടോ, നല്ലൊരു പടവലങ്ങയാണേ, കണ്ടോ, നല്ലതാണേ. ഇത് നമുക്ക് കറിയൊക്കെ വെക്കാം. പിന്നെ മറ്റേ പടവലങ്ങ കൊള്ളാമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും നമുക്കൊന്ന് പറിച്ച് നോക്കാം കൊള്ളാമോന്ന്. അതുകൊണ്ട് ഇതിവിടെ ഇരിക്കട്ടെ, നോക്കാം. മറ്റേ കൂടെ ഒന്ന് നല്ലതാണോ എന്ന് നോക്കാം. ഉണ്ട്, പറിച്ചെടുത്ത്. പക്ഷേ അത് കണ്ടോ കൊള്ളത്തില്ല, നമുക്ക് കറി വെക്കാനൊന്നും കൊള്ളത്തില്ല, കേടായിപ്പോയേ. അപ്പോൾ അത് നമുക്കിനി കളയേ നിവൃത്തിയുള്ളൂ. ഇനി മറ്റേ ആ ചെറിയ പടവലങ്ങയും കൂടെ നിർത്തി നോക്കാം കൊള്ളാമോ എന്ന്. അത് ഏറ്റവും താഴെയാണ് കിടക്കുന്നത്, അതിനി വലിച്ച് പൊക്കി നോക്കിയാൽ അത് കൊള്ളാമോ എന്നൊക്കെ അറിയത്തുള്ളേ. അപ്പോൾ അത് ഈ കമ്പിൻ്റെ ഏറ്റവും അടിയിലായതുകൊണ്ടേ ഒന്ന് പൊക്കി നിർത്തി നോക്കട്ടെ. അപ്പോൾ ആ പടവലങ്ങ നമ്മളിങ്ങനെ എടുത്ത്, പക്ഷേ ഉണ്ടല്ലോ അതുകൊണ്ട് കണ്ടോ, എലി മൊത്തം കടിച്ചു എല്ലാം കേടായിപ്പോയേ. എലിയാണോ കിളിയാണോ എന്നൊന്നും അറിയത്തില്ല, എലിയാകാനേ സാധ്യത. അപ്പോൾ അതിനി കൊള്ളത്തില്ലല്ലോ, അപ്പോൾ അതും കളയാം. അപ്പോൾ 2 പടവലങ്ങ നമുക്ക് വേസ്റ്റായിപ്പോയി. ഒരു പടവലങ്ങ നല്ലതായിട്ട് കിട്ടിയേ.
ഇത് കണ്ടോ മൊത്തം അതിനകത്ത് എലി കടിച്ച്. ഇത് നമുക്ക് ഒന്നിനും കൊള്ളത്തില്ല, അത് നമുക്ക് കളയാം. ഇതിൽ എലി കടിച്ചാൽ നമുക്ക് കൊള്ളത്തില്ലല്ലോ തിന്നാനായിട്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു നല്ല പടവലങ്ങ കിട്ടി. ഇതിന് നമുക്ക് കറി വെക്കാം കേട്ടോ.